നമ്മൾ AMH കൂടുക അല്ലെങ്കിൽ AMH കുറയുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. AMH എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നിങ്ങളുടെ ഓവറിയിലെ അണ്ടം റിസർവിനെ സൂചിപ്പിക്കുന്ന ഹോർമോണിന്റെ അളവാണ് AMH കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആന്റി മുള്ളേറിയൻ ഹോർമോൺ. അപ്പം ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ AMH ടെസ്റ്റ് ചെയ്ത് അതിൽ AMH ആന്റി മുള്ളേറിയൻ ഹോർമോൺ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അണ്ടം റിസർവിന് അണ്ടത്തിന്റെ ക്വാളിറ്റിയെ നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇവിടെ നമ്മൾ AMH കൂടാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ AMHന്റെ അളവ് വളരെ കൂടുതലുണ്ടാകും. അതായത് നമ്മൾ സാധാരണ ഒരു നോർമൽ അളവ് എന്ന് പറഞ്ഞാൽ AMH സാധാരണ നോർമൽ അളവ് എന്ന് പറഞ്ഞാൽ 4.5 വരെ പോകാം. അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ AMH പിന്നെ നമുക്ക് PCOD ആയിട്ടാണ് നമ്മൾ കണക്കുക, മനസ്സിലാക്കുക. അതായത് AMHന്റെ അളവ് 4.5ന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു 5ന്റെ ഒക്കെ മുകളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് PCOD ഉണ്ട് അല്ലെങ്കിൽ PCOS ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ AMH വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിലർ വിചാരിക്കും ഇപ്പം നമ്മളിപ്പോൾ മുകളിലെ ഡയറ്റ് തന്നെ AMH കൂട്ടാനുള്ളത്. അപ്പോൾ ഇവർ ചിന്തിക്കും എന്ത്, ഇപ്പം എനിക്ക് AMH 6 ഉണ്ടല്ലോ, എനിക്ക് PCOD ആണല്ലോ ഉള്ളത്, അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാൽ പിന്നെ ഇത് ചെയ്യുമ്പോൾ പിന്നെയും കൂടുമോ എന്നൊരു ധാരണ വരും. അങ്ങനെ കൂടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിനെ ക്രമപ്പെടുത്തുന്ന രൂപത്തിലാണ് AMH കൂട്ടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. AMH കുറവുള്ളവർക്കും AMH കൂടുതലുള്ളവർക്കും ഒരുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്, അതിൽ പ്രശ്നമില്ല. എന്നാൽ ഈ AMH കൂടുതലുള്ളവർ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് AMH 5ന്റെ മുകളിലുള്ളവർ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ട കാര്യം അവർ PCODന്റെ ടിപ്സുകളാണ് ചെയ്യേണ്ടത്. ഏറെ പേർക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് AMH കൂടുക എന്ന് പറഞ്ഞാൽ, അതായത് പരിധിക്കപ്പുറത്ത് നമ്മൾ AMH കൂടുക എന്ന് പറഞ്ഞാൽ പരിധിക്കപ്പുറത്തേക്ക് വരുന്നത്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ നോർമൽ അളവിന് പരിധിക്കപ്പുറത്തേക്ക് വരുന്നത് അവരിൽ PCOD ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചില ആളുകൾക്ക് AMH ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വരും, 6 ഉണ്ടാകും 7 ഉണ്ടാകും. അപ്പോൾ അവർ വിചാരിക്കും എന്താണ്, എനിക്ക് AMH ഒക്കെ ഉഷാറുണ്ടല്ലോ. പക്ഷേ അത് AMH ഉഷാറല്ല, അണ്ടം തീരെ ക്വാളിറ്റി ഇല്ലാതായിട്ട് അണ്ടങ്ങൾ കുമിളയായിട്ട് മാറി അവർക്ക് PCOD അല്ലെങ്കിൽ PCOS ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ AMH കൂട്ടാൻ വേണ്ടി ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യരുത്, ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർ എന്ത് ചെയ്യരുത്, ഇതൊക്കെ കഴിച്ചാൽ എനിക്ക് ഇനി AMH അതായത് ഇനി PCOD കൂടും എന്ന് ധരിക്കരുത്. അത് നേരെ റിവേഴ്സ് ആണ് നമുക്ക് വരിക. പറയുന്ന ഭക്ഷണമൊക്കെ മതി, AMH കൂടാൻ നമ്മൾ അണ്ടം ക്വാളിറ്റി കൂടുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് AMH കുറവുള്ള ആളുകൾ, AMH കുറവ് പറഞ്ഞാൽ നമുക്ക് അവിടെ നിങ്ങളെ ഏജും കൂടി ഒരു പ്രധാനം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് 25 വയസ്സുള്ളൂ, AMH